मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी ये। करो सब्सक्राइब, कमेंट एंड लाइक। രക്ഷിക്കൂ, ഞാൻ പറന്നുകൊണ്ടിരിക്കുകയാണ്. തത്ത പറന്നില്ലെങ്കിൽ പിന്നെ കഴുത പറക്കോ? എടാ, ഞാൻ കൊടുങ്കാറ്റിൽ പറന്നുകൊണ്ടിരിക്കുകയാണ്. രക്ഷിക്കണേ, രക്ഷിക്കണേ. ഈ ജോർദാർ വളരെ വ്യത്യാസമായിരിക്കുന്നല്ലോ, കണ്ടില്ലേ? സംശയമുണ്ടോ? ആ, അതിനാണെങ്കിൽ 6 കാലുകളുണ്ട്. അത് നമ്മളെ ആക്രമിക്കാൻ വരുന്നെന്നാ തോന്നുന്നേ. ഓടിക്കോ. നമ്മൾ ഇതിനെ കണ്ട് പേടിച്ചതാണോ അതോ ഇത് നമ്മളെ കണ്ട് പേടിക്കുകയാണോ? പ്ലീസ് പ്ലീസ്, എന്നെ ഒന്നും ചെയ്യരുതേ. പേടിക്കണ്ട, ഞങ്ങൾ നിന്റെ ഫ്രണ്ട്സ് ആണ്. നീ ആരാണ്? ദേവൽ. ഏത് ദേവൻ? സൂര്യദേവനോ അത് അഗ്നിദേവനോ? എടാ, ദേവനല്ല, ദേവാലാണ്. സംശയമുണ്ടോ? പക്ഷെ നീ ആരാണ്? നിനക്ക് 6 കാലുകൾ എങ്ങനെ ഉണ്ടായി? ഞങ്ങളുടെ ഗ്രഹത്തിന് എല്ലാവർക്കും 6 കാലാണ് ഉള്ളത്. എന്റെ അമ്മേ, ഇത് ഏലിയനാണ്. പക്ഷെ ഏലിയൻ UFO എന്നല്ലേ വരാറ്. നീ എങ്ങനെ ചെളിയിൽ നിന്ന് വന്നത്? ഞാൻ UFOയിൽ തന്നെയാണ് വന്നത്. കൊടുങ്കാറ്റ് കാരണം ചെളിക്കുണ്ടിനകത്ത് വീണു. എന്ത് UFOയോ? അല്ല, ഞാൻ നിങ്ങളെ കണ്ടിട്ട് നല്ലവരായിട്ട് തോന്നുന്നു. പ്ലീസ് എനിക്ക് ഹെൽപ്പ് ചെയ്യൂ. ഹെൽപ്പ് എന്ന് പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്താ ചെയ്യേണ്ടത്? നിന്റെ കൈ പിടിച്ച് റോഡ് ക്രോസ് ചെയ്യാൻ സഹായിക്കണോ? കണ്ടോ, നിന്റെ മണ്ടൻ ചോദ്യങ്ങൾ കാരണം തല കറങ്ങി താഴെ വീണുപോയ ആ ദേവാൽ. ഏത് ദേവനാ? എടാ, ദേവനല്ല, ദേവാൽ, ഏലിയൻ. സംശയമുണ്ടോ? എനിക്ക് തോന്നുന്നത് താഴെ വീണപ്പോ ഇവന് പരിക്ക് പറ്റിയിട്ടുണ്ടാവും, അതാ ബോധം പോയത്. നമുക്ക് ഇവനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാം. നിനക്കെന്താ പറ്റിയേ? ഞാൻ ഭൂമിയെ റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒട്ടകപ്പക്ഷിയുടെ മുട്ടയെടുക്കാൻ വേണ്ടി വന്നതാ. പക്ഷെ കൊടുങ്കാറ്റ് കാരണം എന്റെ UFOയുടെ ദശ തന്നെ മാറിപ്പോയി. നിന്റെ കൂടെ ആരെങ്കിലും വന്നിരുന്നോ? ഇവന്റെ കൂടെ ആര് എങ്ങനെ വരാനാ? വന്നാൽ അത് വേറെ ഗ്രഹക്കാരനും ഇവൻ വേറെ ഗ്രഹക്കാരനും അല്ലേ? അവൻ ചോദിച്ചത് ഇവന്റെ കൂടെ തുണയ്ക്ക് ആരെങ്കിലും വന്നോന്നാ. സംശയമുണ്ടോ? ഇല്ല, ഞാൻ തനിച്ചാ വന്നത്. കൂടാതെ UFOയെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഞാൻ ഒരുപാട് ശ്രമിച്ചു നോക്കി. അവസാനം നമുക്കൊരു ഏലിയനെ കിട്ടി. ഇപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് ഗവേഷണം നടത്തി ഫേമസ് ആകും. ഇല്ല, രക്ഷിക്കണേ. നിൽക്ക്, ഓടല്ലേ, നിൽക്ക്, ഓടല്ലേ. ഓടുന്നത് വെറുതെയാണ്. നീ രക്ഷപ്പെടാൻ പോകുന്നില്ല. അവരെടുത്തുനിന്ന് എങ്ങനെ രക്ഷപ്പെട്ടു? പക്ഷെ കൊടുങ്കാറ്റിൽ കുടുങ്ങി ഞാൻ ചെളിക്കുണ്ടിന്റെ അകത്തായി പോയി. ഓഹോ, പക്ഷെ നിങ്ങൾ എന്നെ സഹായിച്ചേ മതിയാകൂ. നിനക്ക് എന്ത് സഹായമാണ് വേണ്ടത്? എനിക്ക് എന്റെ UFO വേണം. ഞങ്ങളുടെ കയ്യിൽ UFO ഇല്ലല്ലോ. എനിക്ക് എന്റെ UFO വേണം. എന്നാ പോയങ്ങ് എടുത്തോ. എങ്ങനെ പോയി എടുക്കാനാ? UFOയുടെ കീ വീട് പോയി. എന്തോന്ന് UFOയുടെ കിവിന്നോ?
അതാ ഞാനും ചോദിക്കുന്നത് UFOയുടെ എന്താണ് വീണതെന്ന്. എടാ കഴുതേ, UFOയുടെ കീ വീണൂന്ന്, അതായത് താക്കോല് അതുണ്ടെങ്കിലല്ലേ തുറക്കാൻ പറ്റൂ. നീ ടെൻഷൻ ആവണ്ട, ഞങ്ങളെ UFOയുടെ അടുത്തേക്ക് എത്തിക്ക്. ഞങ്ങള് ചാവി തെരഞ്ഞെടുത്ത് തരാം. പക്ഷെ ഇവനെ പുറത്ത് കൊണ്ടുപോയാൽ അവർ രണ്ടുപേരും തെരഞ്ഞു പിടിച്ച് ഇവന്റെ പുറകെ വരുമല്ലോ. നമുക്ക് ഇവനെ ഒരു സ്ത്രീവേഷം കെട്ടി അങ്ങ് കൊണ്ടുപോയാലോ? 6 കാലുള്ള പെണ്ണുങ്ങൾ ഒരിക്കലും ഈ നാട്ടിൽ ഉണ്ടാവില്ല. സംശയമുണ്ടോ? നമുക്കിവനെ ഏതെങ്കിലും ഒരു സാധനത്തിൽ വെച്ച് രഹസ്യമായി ഒളിപ്പിച്ചു കൊണ്ടുപോകാം. ശരിയാണ്. ഏയ് കണ്ണ് കണ്ടൂടെ നിങ്ങൾക്ക്? ഇവരാണ് അവർ. എടാ ഡോണ, അവർ ഓടി രക്ഷപ്പെടുകയാണ്. ഓടിക്കോട്ടെന്നേ, ഈ ലോകത്ത് ദിവസവും എത്രയോ പേര് ഓടുന്നു. എടാ അവരെ എലിയനെയും കൂടെ വിളിച്ചോണ്ടാ ഓടുന്നത്. Follow me. അയ്യോ എന്റെ സൈക്കിള്! അവര് നിന്റെ സൈക്കിൾ കൊണ്ടുപോയി, ഇനി അത് കിട്ടത്തില്ല. എന്നെ കളിയാക്കിക്കോ. ദേ നിന്റെ സൈക്കിൾ അടിച്ചോണ്ട് പോണു. അയ്യോ എന്റെ സൈക്കിൾ, എന്റെ സൈക്കിൾ തന്നിട്ട് പോ. നിക്ക്, നിക്ക്. പട്ടേൽ വേഗത്തിൽ ചവിട്ടെ. എടാ കഴുതേ, നിനക്ക് പട്ടേൽ എന്ന് പറഞ്ഞപ്പോ മനസ്സിലായല്ലോ. വേഗം വിട്ടോ, നമുക്ക് എക്സ്പെരിമെന്റിന് വേണ്ടി ആ ഏലിയനെ പിടിക്കണ്ടേടാ. ഐഡിയ. ട്രക്കിൽ കയറിക്കോ. പക്ഷെ ആ ട്രക്ക് എവിടേക്കാണ് പോകുന്നത്? അത് എവിടെ വേണമെങ്കിലും പൊയ്ക്കോട്ടെ, പക്ഷെ ഇവരിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുമല്ലോ. സർദാർ, അവിടെ ഗട്ടറുണ്ട്. എങ്ങനെയോ ട്രക്കിലാണ് കയറേണ്ടത്. അത് എങ്ങനെയോ നമ്മൾ കയറി കഴിഞ്ഞു. സംശയമുണ്ടോ? എടാ നമുക്ക് ഉടൻ തന്നെ ബസ് പിടിക്കണം. എന്തിനാ? നമുക്ക് ടാക്സി തന്നെ ബുക്ക് ചെയ്യാലോ. എടാ മണ്ട, ദേ ഈ ബസ്സിൽ പിടിക്കണമെന്നാ പറഞ്ഞേ. അവരിതാ ട്രക്കിൽ പോവുകയാണ്. നമ്മൾ ഈ ബസ്സിൽ അവരെ ഫോളോ ചെയ്ത് പിടിക്കാം. ആ ഏരിയനെ നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ല, അല്ലെങ്കിൽ നമുക്ക് ഗവേഷണം നടത്താൻ പറ്റില്ല. അവര് നമ്മുടെ പിറകെ തന്നെ ഉണ്ട്. അത് കണ്ടോ? 6 കാലുള്ള മനുഷ്യൻ. ഇതിനെ ആര് കണ്ടാലും മനസ്സിലാവും ഇതൊരു ഏലിയൻ ആണെന്ന്. അതിൽ ഇത്ര ഒളിപ്പിക്കാൻ എന്തിരിക്കുന്നു? ഇതൊരു ഏലിയൻ തന്നെ അല്ലേ? പക്ഷെ ജനങ്ങൾ അത് ഒരിക്കലും അറിയാൻ പാടില്ല. സംശയമുണ്ടോ? അതെ, അവരെങ്ങാനും ഇതിനെ പിടിച്ചോണ്ട് പോയാൽ പിന്നെ ഇതിന് അതിന്റെ ഗ്രഹത്തിലേക്ക് പോകാൻ പറ്റില്ല. ദേ ഇതിനകത്ത് ഒളിഞ്ഞിരുന്നോ, ഞങ്ങൾ ഇതിനെ പൊക്കിക്കൊണ്ട് പൊക്കോളാം. എടാ കള്ളന്മാരെ, പഴങ്ങൾ മോഷ്ടിക്കുന്നോ? പഴങ്ങൾ ഞങ്ങൾ മോഷ്ടിച്ചില്ല, അല്പം കഴിച്ചെന്ന് മാത്രം. അതും കൊള്ളത്തില്ല. എന്റെ പഴക്കൂടെ മോഷ്ടിച്ചതും പോരാ കള്ളം പറയുന്നോടാ. ആ കൊട്ടയിൽ പഴങ്ങളില്ല, ഏലിയനാ ഉള്ളത്. കണ്ടോളൂ. കഴുതകളെ, എടാ ജഗ്ഗു, അത് ഏലിയനാടാ. പിടിച്ചാ നമുക്ക് ഒരുപാട് പൈസ കിട്ടൂടാ. ഇവിടെ ഞാൻ ഇതുവഴിയാണ് വന്നത്. കാട്ടിൽ എന്റെ UFO ഉണ്ടാകും. ലെഫ്റ്റിൽ കൂടെ പോകാം. കാട്ടിനകത്തേക്ക് കയറിപ്പോയി. പിടിക്കവരെ. ഞാൻ തളർന്നു. മതി, അതിന്റെ അപ്പുറത്താണ് UFO ഉള്ളത്. ഞങ്ങൾക്കറിയാമായിരുന്നു നീ UFOന് വേണ്ടി ഈ കാട്ടിലേക്ക് വരുമെന്ന്. പട്ടേൽ, അത് നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട്. പിടിച്ചോ, വിടരുത്.
നമുക്കിട്ടാ ഏലിയൻ. അതെ അത് നമുക്കിട്ട് പണി തന്നു. അതാണ് എന്റെ UFO. അവര് UFOന്റെ അരികിൽ എത്താറായി. വാ വേഗം. UFO കിട്ടിപ്പോയി. ഇനി കീ കണ്ടുപിടിക്കണം. ഇവിടെ തന്നെ എവിടെയെങ്കിലും ഉണ്ടാവും. സംശയമുണ്ടോ? പെട്ടെന്ന് വേണം, അവന്മാര് നമ്മുടെ പുറകിൽ തന്നെ ഉണ്ട്. നമ്മൾ അന്വേഷിക്കുകയാണെങ്കിൽ ചിലപ്പോ ടിവിയും കിട്ടിയേക്കും. കഴുതേ, ഈ കാട്ടിൽ എവിടെ നാടാ നമുക്ക് TV കിട്ടുക? ടിവിയുടെ റിമോട്ട് കിട്ടി. അപ്പൊ TV ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവല്ലോ. എന്റെ UFOയുടെ കീ കിട്ടിപ്പോയി. ദേവാൾ, പെട്ടെന്ന് പോ, ഞങ്ങൾ അവന്മാരെ തടയാം. നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? പിടിക്കൂ അതിനെ. റിസർച്ച് സെന്ററിൽ കൊടുത്താൽ നമുക്ക് ഒരുപാട് പൈസ കിട്ടും. നമുക്ക് ആ പണം തുല്യമായി വീതം വയ്ക്കാം. എന്ത് പറയുന്നു? കാശിന്റെ കാര്യം പറഞ്ഞ് ഞങ്ങളെ നീ മോഹിപ്പിക്കണ്ട. ആ ഏലിയൻ ഞങ്ങളുടെ സുഹൃത്താണ്. നിങ്ങളെ അവിടെ എത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല. താങ്ക്സ് കൂട്ടുകാരെ. ബൈ. നമ്മുടെ കോടികളാണ് പറന്നു പോകുന്നത്. അങ്ങനെയാണോ? ഞങ്ങൾ ആരും കണ്ടില്ലല്ലോ.